ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന വയോധിക സുമനസ്സുകളുടെ സഹായം തേടുന്നു. രോഗം തളർത്തി ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത ബഷീറ ബീവി എന്ന 75-കാരിക്ക് ഇപ്പോൾ താങ്ങും തണലുമായുള്ളത് മധ്യവയസ്കനായ ഒരു മകൻ മാത്രം. കയറിക്കിടക്കാൻ ചോർന്നൊലിക്കാത്ത ഒരു വീടെന്ന സ്വപ്നമാണ് ഇവർക്കുള്ളത്. നിലം പതിക്കാറായ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വീട്. ചുവരുകളിൽ വേരുകൾ ആഴ്ന്നിറങ്ങി ഭിത്തികൾ വീണ്ടുകയറി. മഴയത്ത് ഭിത്തിയിലെ വിടവിലൂടെ വെള്ളം വീട്ടിനുള്ളിലേക്ക് ചോർന്നൊലിക്കും. ഒന്ന് തലചായ്ക്കാൻ കഴിയാത്ത ഈ വീട്ടിൽ ഇപ്പോൾ താമസം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത 75 വയസ്സുള്ള ബഷീറ ബീവി. കൂടെ താങ്ങായി മകൻ റിസാ സമദ്. ബഷീറയുടെ ഒരു സഹോദരിയുടെ വീടാണിത്. 5 മക്കളിൽ ബാക്കി അവശേഷിക്കുന്ന റിസാ സമദാണ് അമ്മയുടെ താങ്ങായി നിൽക്കുന്നത്. കൂലിപ്പണി ചെയ്ത് ലഭിക്കുന്ന തുക അമ്മയുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും തികയില്ല. എൻ്റെ ഉമ്മയാണ് വയ്യാതെ ഇരിക്കുന്നത്. ഞാനും ഉമ്മായും മാത്രമേ അവിടെ ഇപ്പോൾ ഉള്ളൂ. എൻ്റെ ഒരു കൊച്ചുമ്മാരും അനിയനെയും കൊച്ചാപ്പാരും കലനിർത്തിയാണ് ആ ഒരു റൂമിൽ കിടക്കുന്നത്. എൻ്റെ ഉമ്മായും 4 സഹോദരിമാരും ഒരു സഹോദരനും പരുന്ന് പറ്റിയിട്ടാണ് ആ റൂമിൽ ഞങ്ങൾ കിടക്കുന്നത്. ചെറിയൊരു വീട്, ഒരു റൂമായാലും കുഴപ്പമില്ല. എൻ്റെ ഉമ്മായിട്ട് അവിടെ കിടക്കണം. അത് നിങ്ങളാ ഈ കാണുന്നവരെ ഒരു സഹായം നിങ്ങൾ ചെയ്യണം. കുടുംബവസ്തു ഭാഗം ചെയ്ത സമയത്ത് ഉമ്മയ്ക്ക് വീട് വെച്ച് നൽകാമെന്ന വ്യവസ്ഥയിൽ സ്വന്തം പേരിലുള്ള വസ്തുക്കൾ ബഷീറുടെ ബന്ധുക്കളെ എഴുതി വാങ്ങി. എന്നാൽ ഇപ്പോൾ വീടുമില്ല, ഒരു കൈത്താങ്ങിന് ആരുടെ സഹായവുമില്ലാത്ത അവസ്ഥയാണെന്ന് മകൻ പറയുന്നു. സിമന്റ് ചുമന്നു ലഭിക്കുന്ന വരുമാനം ആശുപത്രി ചെലവുകൾക്കായി മാറ്റിവെക്കണം. കാഴ്ചശക്തി കുറഞ്ഞതോടെ പരസഹായമില്ലാതെ നടക്കാനാവാത്ത അവസ്ഥയിലാണ് ഉമ്മ ഇപ്പോൾ. അടുത്തിടെ വീണ് കാലിനും പൊട്ടലുണ്ടായി. സമീപവാസികളുടെ സഹായത്താൽ ജീവിതം മുന്നോട്ടു പോകുന്ന ഈ അമ്മയ്ക്ക് സുമനസ്സുകൾ നൽകുന്ന സഹായം മാത്രമാണ് ഏക ആശ്രയം. കുടുംബത്തിന് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ 6933454644 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജയ് ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.